അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണല്ലേ? നമ്മുടെ ആ ആഗ്രഹങ്ങളെയൊക്കെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു തആല, നമ്മുടെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രമാണ് അല്ലേ? അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ഒരേ ഒരു വട്ടം കൈകൾ ഉയർത്തി അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ദുആ ചെയ്യുക. നമ്മുടെ ക്ഷമയും വിശ്വാസവും ഒരിക്കലും കൈവിടാൻ പാടില്ല. ഞാൻ ഇന്ന് ഈ ദിക്ർ ചൊല്ലി എനിക്ക് പിറ്റേന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടണം എന്നും പറഞ്ഞ് ഒരിക്കലും ക്ഷമയെ പരീക്ഷിക്കാൻ പാടില്ല, വിശ്വാസം കളയാൻ പാടില്ല. ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നടത്തിത്തരും. ക്ഷമയോട് കൂടി ഇരിക്കുക. നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് തരും അല്ലാഹു സുബ്ഹാനഹു തആല. നമ്മൾ വിചാരിച്ച സമയത്താവണം എന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെല്ലാം ഒരു സമയം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അത് ഏത് സമയത്താണെന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതെന്നും അതെല്ലാം അല്ലാഹുവിനറിയാം. ആ ഒരു സമയത്ത് നമുക്ക് അല്ലാഹു അത് ഉപകാരപ്പെടുത്തി തരുന്നതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹം ചോദിക്കുമ്പോഴും അതിനെ കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും അതിൻ്റെ നന്മയും തിന്മയും എല്ലാം അറിയുന്നത് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. നമ്മുടെ പടച്ച റബ്ബിന് മാത്രമേ അത് അറിയൂ. അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെതായ സമയത്ത് നമുക്ക് അത് നടത്തി തരുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആലയെ കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ചൊല്ലുക. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ 99 നാമങ്ങളായ അസ്മാഉൽ ഹുസ്ന. ഈ ഒരു നാമങ്ങളെ പിടിച്ച് ദുആ ചെയ്താൽ അല്ലാഹു അത് നടത്തിത്തരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്ന അതിൽ നിന്നുള്ള ഒരു ഇസ്മാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് യാ ഹയ്യും യാ ഖയ്യൂം എന്ന 2 ഇസ്മ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇത്. യാ ഹയ്യും എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നവൻ എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം വരുന്നത്. ഇത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയെ മുൻനിർത്തി നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ, ഈ ഒരു ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഹൈറായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എത്ര വലിയ കാര്യമാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹം അത് അല്ലാഹു സുബ്ഹാനഹു തആല നടത്തിത്തരും. നമ്മൾ ഒരു ദുആ ചൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടണം എങ്കിൽ അതിനു മുന്നേ യാ ഹയ്യും യാ ഖയ്യൂം എന്ന ഈ ഇസ്മ 11 വട്ടം ചൊല്ലുക. അതിനുശേഷം സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അല്ലാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എന്നിട്ട് അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അത് നടത്തിത്തരും. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ആ ആഗ്രഹം നിറവേറിക്കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ക്ഷമയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വിശ്വാസം ഒരിക്കലും കൈവിട്ട് കളയാൻ പാടില്ല. ഇതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.